ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബഹിരാകാശ സഞ്ചാരികളായ ബൂച്ച് വിൽമോറും സുനിത വില്യംസും കഴിഞ്ഞ ജൂണിലാണ് ബോയിങ് സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിൽ ബഹിരാകാശത്തുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത്. ഏതാനും ദിവസങ്ങളുടെ ദൗത്യം മാത്രമുണ്ടായിരുന്നു അവരുടെ യാത്ര. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ വൈകിക്കുകയാണ് ഉണ്ടായത്. നാസയുടെ പുതിയ അറിയിപ്പ് വെച്ച് അവർ 2025 മാത്രമേ തിരികെ എത്തൂ എന്ന് പറയുന്നു. അത്രയും നാൾ അവർ ISS-ൽ തന്നെ തുടരും, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ തുടരും. ഞാൻ ചിന്തിച്ചത് അവർക്ക് അത്രയും നാളത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള ഭക്ഷണം ഉണ്ടാകുമോ എന്നാണ്. എൻ്റെ കുട്ടിക്കാലത്ത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബഹിരാകാശ സഞ്ചാരികൾ ക്യാപ്സൂൾ ടാബ്ലറ്റ് ഒക്കെയാണ് കഴിക്കുന്നതെന്ന്. പിൽക്കാലത്ത് അത് വെറും പൊട്ടത്തരങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്ത് എന്താണ് കഴിക്കുന്നത്? ബഹിരാകാശ പര്യവേക്ഷണം ഏറ്റവും കൗതുകം നിറഞ്ഞതും ക്യൂരിയോസിറ്റി നിറഞ്ഞതുമാണ്. ബഹിരാകാശ യാത്രയുടെ രസകരമായ ഒരു വശം ബഹിരാകാശ യാത്രികർ എങ്ങനെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, സർവൈവ് ചെയ്യുന്നു എന്നതാണ്. അവർ അഭിമുഖീകരിക്കുന്ന നിരവധി ചലഞ്ചസിൽ ഏറ്റവും നിർണായകമായ ഒന്ന് അവരുടെ ദൗത്യങ്ങളിൽ അവർ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, എങ്ങനെ നറിഷ്ഡ് ആയിരിക്കുന്നു എന്നതാണ്. ഭൂമിയിൽ ഭക്ഷണം റെഡിലി അവൈലബിൾ ആണ്. ഭക്ഷണം കഴിക്കുന്നത് ഒരു സിമ്പിൾ ടാസ്ക് ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ബഹിരാകാശത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്ത് എന്താണ് കഴിക്കുന്നത്, അവരുടെ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കുന്നു, ഗുരുത്വാകർഷണമില്ലാത്ത സ്ഥലത്ത് അവർ എങ്ങനെ ഹെൽത്തി ആയിരിക്കുന്നു എന്നാണ്. ബഹിരാകാശ യാത്രികർ എന്താണ് കഴിക്കുന്നത് എന്നതിൻ്റെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബഹിരാകാശത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ നേരിടുന്ന യൂണിക് ചലഞ്ചസ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂമിയിലും ബഹിരാകാശത്തും ഭക്ഷണം കഴിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഗുരുത്വാകർഷണത്തിന്റെ അഭാവമാണ്. ഭൂമിയിൽ ഗുരുത്വാകർഷണവും ഭക്ഷണവും ദ്രാവകവും ഉൾപ്പെടെ എല്ലാത്തിനെയും താഴേക്ക് വലിക്കുന്നു. എന്നാൽ ബഹിരാകാശത്ത് മൈക്രോഗ്രാവിറ്റി ഉണ്ട്, അതായത് ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ചുറ്റും ഫ്ലോട്ട് ചെയ്യുന്നു. ഇത് ബഹിരാകാശത്ത് ഭക്ഷണം കഴിക്കുന്നത് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നു. മൈക്രോഗ്രാവിറ്റിയിൽ ഫുഡ് ക്രംസും ലിക്വിഡും ഒഴുകിപ്പോകാനും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ ചെറിയ കണങ്ങൾക്ക് ബഹിരാകാശ പേടകത്തിന്റെ ഉപകരണങ്ങളെ തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികർക്ക് ശ്വസിക്കാം. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ ബഹിരാകാശ യാത്രികർക്കുള്ള ഭക്ഷണം ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും 0 ഗുരുത്വാകർഷണ അന്തരീക്ഷത്തിൽ സുരക്ഷിതമായി കഴിക്കാമെന്ന് ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ബഹിരാകാശ ഭക്ഷണം ഗണ്യമായി ഇവോൾവ് ചെയ്തിരുന്നു. 1960-കളിൽ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രകളിൽ ബഹിരാകാശ യാത്രികർക്ക് വളരെ പരിമിതമായ ഭക്ഷണ ഓപ്ഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടൂത്ത് പേസ്റ്റ് പോലെ ട്യൂബുകൾ പാക്ക് ചെയ്യുന്ന പ്യൂരീഡ്, അതായത് പേസ്റ്റ് പോലുള്ള ഭക്ഷണങ്ങളാണ് അവർ കൂടുതലും കഴിച്ചിരുന്നത്. ഈ ആദ്യകാല ബഹിരാകാശ ഭക്ഷണങ്ങൾ അത്ര ആകർഷകമായിരുന്നില്ല, പക്ഷെ അവ സുരക്ഷിതമായ രൂപത്തിൽ ആവശ്യമായ പോഷകങ്ങൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. കാലക്രമേണ സാങ്കേതികവിദ്യ വികസിക്കുകയും ബഹിരാകാശ ദൗത്യങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തതോടെ ബഹിരാകാശ ഭക്ഷണത്തിന്റെ വൈവിധ്യവും ഗുണനിലവാരവും മെച്ചപ്പെട്ടു. ഇന്ന് ബഹിരാകാശ യാത്രികർക്ക് വളരെ വിശാലമായ ഭക്ഷണ ഓപ്ഷനുകളുണ്ട്. അവയിൽ പലതും ഭൂമിയിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് സമാനമാണ്. ബഹിരാകാശ ഭക്ഷണത്തിന്റെ ചില പ്രധാന തരം ഇതാണ്. തെർമോസ്റ്റെബിലൈസ്ഡ് ഭക്ഷണങ്ങൾ. കേടാകാൻ കാരണമായേക്കാവുന്ന ബാക്ടീരിയകളെയും എൻസൈമുകളെയും നശിപ്പിക്കാൻ ഹീറ്റ് ട്രീറ്റ് ചെയ്ത ഭക്ഷണങ്ങളാണ് തെർമോസ്റ്റെബിലൈസ്ഡ് ഭക്ഷണങ്ങൾ. ഈ ഭക്ഷണങ്ങൾ പൗച്ചുകളിലോ ക്യാനുകളിലോ അടച്ച് വളരെ കാലം ഊഷ്മാവിൽ സൂക്ഷിക്കാം. ബീഫ് സ്റ്റ്യൂ, ചിക്കൻ കറി, സ്ക്രാമ്പിൾഡ് എഗ് തുടങ്ങി പരിചിതമായ പല വിഭവങ്ങളും ബഹിരാകാശത്ത് തെർമോസ്റ്റെബിലൈസ് ചെയ്ത് കഴിക്കാം. ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ എന്ന പോലെ സഞ്ചിയോ ക്യാനോ തുറന്ന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിൽ നിന്ന് മിക്കവാറും എല്ലാ വെള്ളവും നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഇത് വളരെ ഭാരം കുറഞ്ഞതും സംഭരിക്കാൻ എളുപ്പമുള്ളതും ആക്കുന്നു. ബഹിരാകാശത്ത് വെച്ച് ഫ്രീസ് ചെയ്ത് ഉണക്കിയ ഭക്ഷണം കഴിക്കാൻ ബഹിരാകാശ യാത്രികർ അത് വീണ്ടും ഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം ചേർക്കുന്നു. അവർ ഉപയോഗിക്കുന്ന വെള്ളം ബഹിരാകാശ പേടകത്തിന്റെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് വായുവിൽ നിന്നുള്ള ഈർപ്പവും മൂത്രവും ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം പുനരുപയോഗം ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. റീഹൈഡ്രേഷന് ശേഷം ഫ്രീസ് ഡ്രൈഡ് ഭക്ഷണങ്ങൾ ഭൂമിയിലെ പോലെ തന്നെ കാഴ്ചയിലും രുചിയിലും സമാനമായി കാണപ്പെടുന്നു. സാധാരണ ഫ്രീസ് ഡ്രൈ ഭക്ഷണങ്ങളിൽ പഴങ്ങൾ, സൂപ്പുകൾ, പാസ്ത വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഭൂമിയിലെ ആളുകളെ പോലെ ബഹിരാകാശ സഞ്ചാരികളും ലഘുഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നു. നട്ട്സ്, ഗ്രാനോള ബാറുകൾ, കുക്കികൾ എന്നിങ്ങനെ ഭൂമിയിൽ ലഭ്യമായവയോട് സാമ്യമുള്ളതാണ് ബഹിരാകാശ ലഘുഭക്ഷണങ്ങൾ. എന്നിരുന്നാലും
ഈ ലഘുഭക്ഷണങ്ങൾ അവ ക്രം സൃഷ്ടിക്കുന്നയോ മൈക്രോഗ്രാവിറ്റിയിൽ എളുപ്പത്തിൽ ഒഴുകിപ്പോകുകയോ ചെയ്യില്ലെന്ന് ഉറപ്പാക്കുന്ന വിധത്തിലാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത്. ഇത് ബഹിരാകാശ പേടകം വൃത്തിയായി സൂക്ഷിക്കാനും ഉപകരണങ്ങൾക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന കേടുപാടുകൾ തടയാനും സഹായിക്കുന്നു. ബഹിരാകാശത്ത് ദ്രാവകങ്ങൾ കുടിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ദ്രാവകങ്ങൾ ഭൂമിയിൽ പകരുന്നത് പോലെയല്ല. കപ്പുകൾ ഉപയോഗിക്കുന്നതിന് പകരം ബഹിരാകാശ യാത്രികർ സ്ട്രോകൾ ഉപയോഗിച്ച് പ്രത്യേക പൗച്ചുകളിൽ നിന്ന് കുടിക്കുന്നു. ദ്രാവകങ്ങൾ പൊങ്ങിക്കിടക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും തടയുന്നതിനാണ് പൗച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെള്ളം, കാപ്പി, ചായ, പഴച്ചാറുകൾ എന്നിവ ബഹിരാകാശ സഞ്ചാരികൾക്ക് ലഭ്യമായ പാനീയങ്ങളിൽ ചിലതാണ്. ഈ പാനീയങ്ങൾ പലപ്പോഴും പൊടിച്ച രൂപത്തിലായിരിക്കും. അവ ഉപയോഗിക്കുന്നതിന് മുമ്പ് ബഹിരാകാശ പേടകത്തിന്റെ സംവിധാനങ്ങളിൽ നിന്നുള്ള വെള്ളവുമായി കലർത്തുന്നു. ബഹിരാകാശ യാത്രികർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭൂരിഭാഗവും നീണ്ട ഷെൽഫായുസ് ഉറപ്പാക്കാൻ പ്രോസസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ചില പുതിയ ഭക്ഷണങ്ങളും ആസ്വദിക്കാൻ കഴിയും. ആപ്പിൾ, ഓറഞ്ച്, ക്യാരറ്റ് തുടങ്ങിയ പുതിയ പഴങ്ങളും പച്ചക്കറികളും ഇടയ്ക്കിടെ ബഹിരാകാശത്തേക്ക് റീസപ്ലൈ മിഷൻസിൽ അയക്കുന്നു. ഈ ഭക്ഷണങ്ങൾ ബഹിരാകാശ സഞ്ചാരികൾ വളരെയധികം വിലമതിക്കുന്നു. കാരണം അവ വീടിന്റെ രുചി പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ റെഗുലർ സ്പേസ് ഡയറ്റിൽ നിന്നുള്ള സ്വാഗതാർഹമായ മാറ്റവുമാണ്. ബഹിരാകാശ ദൗത്യങ്ങൾ ദൈർഘ്യമേറിയതും വെല്ലുവിളി നിറഞ്ഞതുമാണ്. അതിനാൽ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ട്രീറ്റുകൾ ചിലപ്പോൾ അയക്കാറുണ്ട്. ഈ ട്രീറ്റുകളിൽ മിഠായി, ചോക്ലേറ്റ് അല്ലെങ്കിൽ ജന്മദിനങ്ങൾക്കോ മറ്റ് ആഘോഷങ്ങൾക്കോ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കേക്കുകൾ എന്നിവ ഉൾപ്പെടാം. ഈ ട്രീറ്റുകൾ ഭക്ഷണത്തിന്റെ പതിവ് ഭാഗമല്ലെങ്കിലും അവ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒരു കംഫർട്ട് ഓർമ്മപ്പെടുത്തുന്നു. ബഹിരാകാശ യാത്രികർ അവരുടെ ദൗത്യങ്ങളിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റായി തുടരേണ്ടതുണ്ട്. അതിനാൽ അവരുടെ ഭക്ഷണക്രമം കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബഹിരാകാശ ഭക്ഷണം കലോറി, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ശരിയായ ബാലൻസ് നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ നാസ പോലുള്ള ബഹിരാകാശ ഏജൻസികൾ ഫുഡ് ന്യൂട്രീഷനിസ്റ്റുകൾ, ഫുഡ് സയൻറ്റിസ്റ്റ് തുടങ്ങിയവരെ നിയമിക്കുന്നു. ഒരു ബഹിരാകാശ യാത്രികന് ആവശ്യമായ കലോറികളുടെ എണ്ണം അവരുടെ പ്രായം, ഭാരം, അവരുടെ ദൗത്യത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പൊതുവെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പ്രതിദിനം 2500 മുതൽ 3000 വരെ കലോറികൾ ആവശ്യമാണ്. എന്നിരുന്നാലും അവർ ചെയ്യുന്ന നിർദ്ദിഷ്ട ജോലികളെ അടിസ്ഥാനമാക്കി ഇത് വ്യത്യാസപ്പെടാം. ഉദാഹരണത്തിന് ബഹിരാകാശ നടത്തം പോലുള്ള കൂടുതൽ ശാരീരികമായ ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ബഹിരാകാശ യാത്രികർക്ക് അവരുടെ ശരീരത്തിന് ഇന്ധനം നൽകാൻ കൂടുതൽ കലോറി ആവശ്യമായി വന്നേക്കാം. പേശീബലം നിലനിർത്താൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. ബഹിരാകാശ യാത്രികർക്ക് ഗുരുത്വാകർഷണത്തിന്റെ അഭാവം മൂലം പേശികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബീഫ്, ചിക്കൻ, മത്സ്യം, ബീൻസ് തുടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോട്ടീന്റെ നല്ല ഉറവിടങ്ങളാണ്. ഇത് ബഹിരാകാശ യാത്രികരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗകര്യപ്രദമായ ഓപ്ഷനുകളായി പ്രോട്ടീൻ ബാറുകളും ഷെയ്ക്കുകളും ലഭ്യമാണ്. കാർബോഹൈഡ്രേറ്റുകൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. പാസ്ത, അരി, റൊട്ടി, പഴങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റിന്റെ നല്ല ഉറവിടങ്ങളാണ്. ഈ ഭക്ഷണങ്ങൾ തെർമോസ്റ്റെബിലൈസ്ഡ് ഭക്ഷണം അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈഡ് ഓപ്ഷനുകൾ പോലുള്ള വിവിധ രൂപങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊഴുപ്പുകൾ ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ദീർഘകാലം ഊർജം നൽകുകയും വിറ്റാമിനുകൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകൾ നൽകുന്നതിന് പരിപ്പ്, വിത്തുകൾ, എണ്ണകൾ എന്നിവ ബഹിരാകാശ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ഭക്ഷണങ്ങളിൽ മാംസത്തിൽ നിന്നോ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നോ ഉള്ള കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകളും ധാതുക്കളും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ബഹിരാകാശത്ത് ഭൂമിയിലെ പോലെ പോഷകങ്ങൾ ശരീരം കാര്യക്ഷമമായി പ്രോസസ് ചെയ്യില്ല. ബഹിരാകാശ യാത്രികരുടെ ഭക്ഷണത്തിൽ വിറ്റാമിൻ എ, സി, ഡി, ഇ എന്നിവയും കാൽസ്യം, ഇരുമ്പ്, പൊട്ടാഷ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ സപ്ലിമെന്റ്സും നൽകുന്നു. ഭൂമിയിൽ എന്ന പോലെ ബഹിരാകാശത്തും ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുന്നത് പ്രധാനമാണ്. ബഹിരാകാശ സഞ്ചാരികൾക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്താനും നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ തടയാനും ആവശ്യമായ ദ്രാവകങ്ങൾ കുടിക്കേണ്ടതുണ്ട്. ശരിയായ ജലാംശം നിലനിർത്താൻ അവർ വെള്ളവും അതുപോലെ തന്നെ പഴച്ചാറുകൾ, ഇലക്ട്രോലൈറ്റ് പാനീയങ്ങൾ തുടങ്ങിയ റീഹൈഡ്രേറ്റഡ് പാനീയങ്ങളും കഴിക്കുന്നു. ബഹിരാകാശത്ത് ഭക്ഷണം തയ്യാറാക്കുന്നത് ഭൂമിയിലെ പോലെ ലളിതമല്ല. അടുപ്പുകളോ ഇല്ല. ഗുരുത്വാകർഷണത്തിന്റെ അഭാവം ഒരു എക്സ്ട്രാ ലെയർ ഓഫ് കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും ബഹിരാകാശ സഞ്ചാരികൾക്ക് അവരുടെ ഭക്ഷണം എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ബഹിരാകാശ ഏജൻസികൾ നൂതനമായ മാർഗങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബഹിരാകാശത്ത് പരമ്പരാഗത സ്റ്റൗകൾ ഇല്ലെങ്കിലും ബഹിരാകാശ യാത്രികർക്ക് പ്രത്യേക ഭക്ഷണം ചൂടാക്കാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണ സഞ്ചികളോ ക്യാനുകളോ ചൂടാക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്ന ചെറുതും പോർട്ടബിൾ ഓവനുമാണ് ഈ വാമറുകൾ. ബഹിരാകാശ യാത്രികർ ഭക്ഷണം ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക, താപനില ക്രമീകരിക്കുക, ഭക്ഷണം ചൂടാക്കുന്നവരെ കാത്തിരിക്കുക. ഭക്ഷണം ചൂടായി കഴിഞ്ഞാൽ അവർക്ക് സഞ്ചി തുറന്ന്
അതിൽ നിന്ന് നേരിട്ട് കഴിക്കാം. ശീതീകരിച്ച് ഉണക്കിയ ഭക്ഷണങ്ങൾക്ക് ബഹിരാകാശ യാത്രികർ കഴിക്കുന്നതിന് മുമ്പ് അവ വീണ്ടും ജലാംശം നൽകേണ്ടതുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാട്ടർ ഡിസ്പെൻസർ ഉപയോഗിച്ച് ഭക്ഷണ സഞ്ചിയിലേക്ക് വെള്ളം കുത്തിവെക്കുന്നതാണ് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ആവശ്യമായ വെള്ളത്തിന്റെ അളവും റീഹൈഡ്രേഷൻ ആവശ്യമായ സമയവും ഭക്ഷണത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. ഭക്ഷണം പൂർണ്ണമായും റീഹൈഡ്രേറ്റഡ് ചെയ്തു കഴിഞ്ഞാൽ അത് റെഡി ടു ഈറ്റ് ആയി. ബഹിരാകാശത്ത് ഫോർക്കുകൾ, കത്തികൾ, സ്പൂണുകൾ തുടങ്ങിയ പരമ്പരാഗത പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ അവ പരിസ്ഥിതിക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ്. ഉദാഹരണത്തിന് മൈക്രോഗ്രാവിറ്റിയിൽ ഉപയോഗിക്കുന്നത് എളുപ്പമാക്കുന്നതിനും ഹാൻഡിലുകൾക്ക് നീളം കൂടിയേക്കാം, അല്ലെങ്കിൽ അവ ഒഴുകിപ്പോകുന്നത് തടയാൻ കാന്തങ്ങൾ ഉണ്ടായിരിക്കാം. ചില ഭക്ഷണ സാധനങ്ങൾ അവരുടെ സഞ്ചിയിൽ നിന്ന് നേരിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുന്നു. ബഹിരാകാശ സഞ്ചാരികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോർച്ചയോ നുറുക്കുകളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിച്ചതിനു ശേഷം ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിലെ പോലെ തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ജലം ബഹിരാകാശത്ത് വിലയേറിയ വിഭവമാണ്. അതിനാൽ വെള്ളത്തിന് പകരം പ്രത്യേക പൈപ്പുകൾ ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നത്. ബഹിരാകാശ യാത്രികർ അവരുടെ പാത്രങ്ങൾ, ഭക്ഷണ സഞ്ചികൾ, ഭക്ഷണം കഴിച്ച പ്രതലങ്ങൾ എന്നിവ വൃത്തിയാക്കുവാൻ ഈ പൈപ്പുകൾ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ച പൈപ്പുകളും ബാക്കിയുള്ള എന്തെങ്കിലും ഭക്ഷണവും പാക്കേജിങ്ങും പിന്നീട് നീക്കം ചെയ്യുന്നതിനായി ഒരു വേസ്റ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ബഹിരാകാശത്തിന്റെ യുണീക്ക് എൻവയോൺമെന്റിൽ നിരവധി വെല്ലുവിളികളുണ്ട്. മൈക്രോഗ്രാവിറ്റി ദഹനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഒരു ആശങ്ക. ഭൂമിയിൽ ഗുരുത്വാകർഷണം ദഹന വ്യവസ്ഥയിലൂടെ ഭക്ഷണം നീക്കാൻ സഹായിക്കുന്നു. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണത്തിന്റെ അഭാവം ഈ പ്രക്രിയയെ മന്ദഗതിയിലാക്കിയേക്കാം. എന്നിരുന്നാലും ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭൂമിയിൽ ചെയ്യുന്ന പോലെ ബഹിരാകാശത്തും ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശരീരം മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നു. ദഹനം സാധാരണഗതിയിൽ നടക്കുന്നു. എന്നിരുന്നാലും ബഹിരാകാശ യാത്രികർക്ക് ശരീരവണ്ണം അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ബഹിരാകാശ ദൗത്യങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കും. അതിനാൽ ഭക്ഷണത്തിന് ദീർഘായുസ് ഉണ്ടായിരിക്കണം. മിക്ക ബഹിരാകാശ ഭക്ഷണങ്ങളും ശീതീകരണമില്ലാതെ വർഷങ്ങളോളം നിലനിൽക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. ഇത് തെർമോ സ്റ്റെബിലൈസേഷൻ, ഫ്രീസ് ഡ്രൈയിങ്, വാക്യൂം പാക്കേജിംഗ് തുടങ്ങിയ പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്നു. ഈ രീതികൾ ഭക്ഷണത്തിന്റെ ഷെൽഫ് ആയുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല പോഷകമൂല്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ദിവസം തോറും ഒരേ ഭക്ഷണം കഴിക്കുന്നത് മോണോട്ടോണസ് ആയി മാറും. അതിനാൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നൽകുന്നത് മനോവീര്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. വ്യത്യസ്ത രുചികളും ടെക്സ്ചറുകളുമുള്ള വൈവിധ്യമാർന്ന മെനു നൽകാൻ സ്പേസ് ഏജൻസികൾ കഠിനമായി പരിശ്രമിക്കുന്നു. ബഹിരാകാശ യാത്രികർ ദൗത്യത്തിനു മുമ്പ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ ഏർപ്പെടുന്നു. കൂടാതെ അവർ ഭക്ഷണം ആസ്വദിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അവർ പലപ്പോഴും രുചി പരിശോധനകൾ നടത്തുന്നു. ഉപ്പ്, കുരുമുളക്, കെച്ചപ്പ്, ഹോട്ട് സോസ് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ദ്രാവക രൂപത്തിലോ പൊടിയായോ നൽകുന്നു. മാനസിക ക്ഷേമത്തിൽ ഭക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു, പ്രത്യേകിച്ച് ബഹിരാകാശത്തിന്റെ ഒറ്റപ്പെട്ടതും സ്ട്രെസ്ഫുൾ ആയ അന്തരീക്ഷത്തിൽ. ബഹിരാകാശ യാത്രികർ വീട്ടിൽ നിന്ന് വളരെ അകലെയാണ്. അതുകൊണ്ട് ഫെമിലിയർ ഭക്ഷണങ്ങളും കംഫർട്ടും ഒരു സെൻസ് ഓഫ് നോർമൽസി ആയി നൽകുന്നു. ബഹിരാകാശ ഏജൻസികൾ ഇത് തിരിച്ചറിയുകയും ബഹിരാകാശ യാത്രികർ ആസ്വദിക്കുകയും വീടിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ ജന്മദിനങ്ങൾ പോലെയുള്ള പ്രത്യേക അവസരങ്ങൾ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിനും സെലിബ്രേഷൻ മൂഡ് സൃഷ്ടിക്കുന്നതിനുമായി പ്രത്യേക ഭക്ഷണങ്ങളോ ട്രീറ്റുകളോ ഉപയോഗിച്ച് അടയാളപ്പെടുത്താറുണ്ട്. ബഹിരാകാശ യാത്രികർ വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഭക്ഷണ മുൻഗണനകൾ വ്യാപകമായി വ്യത്യസ്തപ്പെടാം. ഭക്ഷണം ആസൂത്രണം ചെയ്യുമ്പോൾ ബഹിരാകാശ ഏജൻസികൾ ഈ മുൻഗണനകൾ കണക്കിലെടുക്കുന്നു. ചില ബഹിരാകാശ സഞ്ചാരികൾക്ക് സസ്യാഹാരമോ അലർജിയോ പോലുള്ള ഭക്ഷണ നിയന്ത്രണങ്ങളോ മുൻഗണനകളോ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് അരി, പാസ്ത അല്ലെങ്കിൽ റൊട്ടി പോലുള്ള വ്യത്യസ്ത പ്രധാന ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ചില ബഹിരാകാശ സഞ്ചാരികൾക്ക് സസ്യാഹാരമോ അലർജിയോ പോലുള്ള ഭക്ഷണ നിയന്ത്രണങ്ങളോ മുൻഗണനകളോ ഉണ്ടായിരിക്കാം. ഓരോ ബഹിരാകാശ യാത്രികർക്കും അവരുടെ ആവശ്യങ്ങളും മുൻഗണനകളും നിറവേറ്റുന്ന ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മെനു രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ ഘടകങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കുന്നു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറമുള്ള ദീർഘദൂര ദൗത്യങ്ങളുടെ സാധ്യതയോടെ ബഹിരാകാശ ഭക്ഷണത്തിലുള്ള പുതിയ വെല്ലുവിളികളും അവസരങ്ങളും ഉയർന്നു വരുന്നു. ബഹിരാകാശ ഭക്ഷണം വളർത്തുന്നതാണ് ഗവേഷണങ്ങളിൽ ഏറ്റവും മികച്ച മേഖലകളിലൊന്ന്. ബഹിരാകാശത്ത് ചെടികൾ വളർത്തുന്നത് ശുദ്ധമായ ഭക്ഷണത്തിന്റെ സുസ്ഥിര ഉറവിടം നൽകുകയും ഭൂമിയിൽ നിന്നുള്ള പുനർവിതരണ ദൗത്യങ്ങളുടെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ മണ്ണില്ലാതെ വളരാൻ അനുവദിക്കുന്ന ഹൈഡ്രോപോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ, പഴങ്ങൾ പോലും വളർത്തുന്നത് ശാസ്ത്രജ്ഞർ പരീക്ഷിക്കുന്നു. ഈ സംവിധാനങ്ങൾ സസ്യങ്ങൾക്ക് വെള്ളം, പോഷകങ്ങൾ, വെളിച്ചം എന്നിവ നൽകുന്നു. ഭൂമിയിൽ അവയ്ക്ക് ഉണ്ടാകാവുന്ന അവസ്ഥയെ അനുകരിക്കുന്നു. ബഹിരാകാശ യാത്രികർ ഇന്റർനാഷണൽ ബഹിരാകാശ നിലയത്തിൽ ISSൽ ചീരയും മുള്ളങ്കിയും മറ്റു വിളകളും വിജയകരമായി വളർത്തുകയും
തിന്നുകയും ചെയ്യുന്ന ആദ്യകാല പരീക്ഷണങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ കാണിച്ചു. 3D പ്രിന്റിംഗ് ഫുഡ് ആണ് മറ്റൊരു നൂതന ആശയം. 3D ഫുഡ് പ്രിന്ററുകൾ ഇഷ്ടാനുസൃത ഭക്ഷണം ലെയർ ബൈ ലെയർ സൃഷ്ടിക്കുന്നതിന് ഡഫ്, പ്യൂരികൾ, പേസ്റ്റുകൾ എന്നിവ പോലുള്ള ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഈ സാങ്കേതികവിദ്യ ബഹിരാകാശ യാത്രികരെ വ്യത്യസ്ത രുചികളും ഘടനകളും ആകൃതികളും ഉപയോഗിച്ച് വൈവിധ്യമാർന്ന വിഭവങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു. പോഷകങ്ങളുടെ ശരിയായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ പ്രത്യേക പോഷകാഹാര ആവശ്യങ്ങൾക്കനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കാനും അത് അവരെ പ്രാപ്തരാക്കും. 3D പ്രിന്റിംഗ് ഫുഡ് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണെങ്കിലും ബഹിരാകാശത്ത് ഭക്ഷണം എങ്ങനെ തയ്യാറാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതിനെ വിപ്ലവകരമായി മാറ്റാൻ ഇതിന് കഴിവുണ്ട്. ബഹിരാകാശ ഏജൻസികൾ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും ബഹിരാകാശ ഭക്ഷണ പാക്കേജിംഗ് കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുമുള്ള വഴികൾ തേടുന്നു. നിലവിലെ പാക്കേജിംഗ് രീതികൾ ഗണ്യമായ അളവിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നു. അത് സംഭരിക്കുകയും ഒടുവിൽ നീക്കം ചെയ്യുകയും വേണം. കാലക്രമേണ സ്വാഭാവികമായി നശിക്കുന്നതോ മറ്റു ഉപയോഗങ്ങൾക്കായി പുനർനിർമ്മിക്കുന്നതോ ആയ ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ ഗവേഷകർ പര്യവേക്ഷണം ചെയ്യുകയാണ്. ഇത് ബഹിരാകാശ ദൗത്യങ്ങളുടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനും ദീർഘകാല അടിസ്ഥാനത്തിൽ അവയെ കൂടുതൽ സുസ്ഥിരമാക്കാനും സഹായിക്കും. പോഷകാഹാരത്തെയും ജനിതക ശാസ്ത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ പുരോഗമിക്കുമ്പോൾ വ്യക്തിഗത പോഷകാഹാരം എന്ന ആശയം ശ്രദ്ധ നേടുന്നു. ഭാവിയിൽ ഓരോ ബഹിരാകാശ യാത്രികന്റെയും അതുല്യമായ ജനിതക ഘടന, ആരോഗ്യനില, ദൗത്യ ആവശ്യകതകൾ അനുസൃതമായ ബഹിരാകാശ ഭക്ഷണം ക്രമീകരിക്കുക. ഓരോ ബഹിരാകാശ യാത്രികനും അവരുടെ ദൗത്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആരോഗ്യത്തോടെ തുടരാനും ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കും. ബഹിരാകാശ യാത്രികർ അഭിമുഖീകരിക്കുന്ന അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടൽ, പേശികളുടെ ക്ഷയം, ഇമ്മ്യൂൺ സിസ്റ്റം സപ്രഷൻ എന്നിവ പോലുള്ള പൊതുവായ പ്രശ്നങ്ങൾ തടയാനും വ്യക്തിഗത പോഷകാഹാരം സഹായിക്കും. ബഹിരാകാശത്ത് ഭക്ഷണം കഴിക്കുന്നത് സങ്കീർണവും ആകർഷകവുമായ ഒരു പ്രക്രിയയാണ്. അതിൽ സൂക്ഷ്മമായ ആസൂത്രണം, നൂതന സാങ്കേതിക വിദ്യ, പോഷകാഹാരത്തെയും മനുഷ്യ ശരീരശാസ്ത്രത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവ ഉൾപ്പെടുന്നു. ബഹിരാകാശ യാത്രികർ അവരുടെ ദൗത്യങ്ങളിൽ ആരോഗ്യം നിലനിർത്താനും ശാരീരികവും മാനസികവുമായ ക്ഷേമം നിലനിർത്താനും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഭക്ഷണങ്ങളെ ആശ്രയിക്കുന്നു. ബഹിരാകാശ പര്യവേക്ഷണം പുരോഗമിക്കുമ്പോൾ ബഹിരാകാശ ഭക്ഷണത്തിന്റെ ഭാവി ബഹിരാകാശത്ത് വിളകൾ വളർത്തുന്നത് മുതൽ 3D പ്രിന്റിംഗ്, ഇഷ്ടാനുസൃത ഭക്ഷണം വരെ ആവേശകരമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്നു. ദീർഘകാല ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ബഹിരാകാശ സഞ്ചാരികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിലും ഈ നവീകരണങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കും. ആത്യന്തികമായി ബഹിരാകാശ ഭക്ഷണം ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ല, ഇത് ആശ്വാസം, ധാർമ്മികത, മനുഷ്യാനുഭവം എന്നിവയെക്കുറിച്ചുള്ളത് കൂടിയാണ്. ബഹിരാകാശ യാത്രികർ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ കടക്കുമ്പോൾ അവരുടെ ഭക്ഷണം അവരുടെ യാത്രയുടെ അവിഭാജ്യ ഘടകമായി തുടരും. ഇത് വീടിന്റെ രുചിയും ഭൂമിയിലെ ജീവിതവുമായി ഒരു ബന്ധവും നൽകുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.